അപ്പോൾ ഗായ്സ് എല്ലാവർക്കും സ്മാർട്ട് ക്ലീനിങ് സർവീസ് ഉണ്ട് ലോണ്ട്രീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഇൻ്റർലോക്ക് ക്ലീനിങ്ങിന് വന്നാൽ ഗായ്സ് ഇത് ഏകദേശം 2 വർഷം മുമ്പ് നമ്മൾ ക്ലീനാക്കിയിട്ട് പെയിൻ്റ് അടിച്ചൊരു ഇൻ്റർലോക്ക്, പഴയ ഇൻ്റർലോക്ക്, അന്ന് ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടൊരു ഇൻ്റർലോക്ക്. ഇത് അതിനെ നമ്മളന്ന് ക്ലീനാക്കിയിട്ട് നല്ല പെയിൻ്റ് അടിച്ചിട്ട് പോയത്. അതിനുശേഷം ഇപ്പോൾ 2 വർഷത്തിന് ശേഷം മാഡം രണ്ടാമത് ഞങ്ങളെ വിളിച്ചു അതൊന്ന് കഴുകി കൊടുക്കാനും പിന്നെ വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കാനും. അന്ന് വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കിന്, ഇന്ന് വീണ്ടും ഒന്ന് വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കാൻ വേണ്ടി മാഡം വിളിച്ചു. മാഡം നമ്മളെ കാസർഗോഡ് ഗവൺമെൻറ് ഹൈസ്കൂളിലത്തെ അഡ്മിസ് ആയിട്ടുണ്ടായിരുന്നു. ദാക്ഷായണി മാമിൻ്റെ വീട്ടിലാണ് നമുക്ക് ഇന്നത്തെ പണി. 2 വർഷം മുമ്പ് നല്ല പാങ്ങ് കഴുകിയിട്ട് ഇൻ്റർലോക്കിലേക്ക് കഴുകിയിട്ട് പെയിൻ്റ് അടിച്ചിട്ട് പോയത്. ഇപ്പോൾ നമ്മൾ വീണ്ടും അതിനെ ഒന്നും കൂടി വാഷാക്കാൻ വന്നത്. അത് സ്ലിപ്പാകുന്നുണ്ടെന്ന് പറഞ്ഞു മാം. അങ്ങനെ പാമാജി അതിന് എന്ത് പറയുന്നു ഇപ്പോൾ മലയാളത്തിൽ? നമ്മളെ മലയാളത്തിൽ പാമാജി എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല മലയാളത്തിൽ എന്ത് പറയുന്നത് അറിയില്ല. അത് ഫുള്ള് പിടിച്ചിട്ട് ഫുള്ള് ഇങ്ങനെ വഴുതി വീഴുന്നു, ജാറിറ്റ് പോകുന്നു. അങ്ങനെ മാം ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ക്ലീനാക്കാൻ വന്നത്, ക്ലീനാക്കുന്നുണ്ട്. ഹൈ പ്രഷർ മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വാഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് പണിയെല്ലാം ക്ലീനാവും. മാത്രം ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് അടിച്ചല്ലേ, പെയിൻ്റ് അല്ലേ, പെയിൻ്റ് ഇളകി പോകുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ എല്ലാവരും. പിന്നെ വേറെന്താ പറയണ്ടേ? അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആവശ്യക്കാർക്ക് എത്തുമല്ലോ. ഇപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്താലല്ലേ ആർക്കെങ്കിലും എത്തും. അപ്പോൾ നമുക്കൊരു നല്ല സപ്പോർട്ടും ആവും. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു പണി എടുക്കുന്നുണ്ടെന്ന് അധികം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഷെയർ മാക്സിമം സപ്പോർട്ട് അത്യാവശ്യം തന്നെ. അപ്പോൾ എല്ലാവർക്കും എത്തട്ടെ, എല്ലാവരും അറിയട്ടെ നമ്മൾ കാസർഗോഡ് ഇങ്ങനത്തെ ഒരു പണി എടുക്കുന്നുണ്ട് അറിയട്ടെ. വീട് ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ് സർവീസ്, ഹൗസ് കീപ്പിംഗ് സർവീസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കാസർഗോഡ് സിത്താങ്കോളിയിലാണ് നമ്മൾ ലൊക്കേഷൻ ഗൈസ്. അപ്പോൾ എല്ലാവരും വരിക. നമ്മളെ ലോണ്ട്രിയിലേക്ക് നല്ല മാക്സിമം സപ്പോർട്ട് നൽകുക. ലോണ്ട്രിയിലേക്ക് നമ്മളെ ആൾക്കാർക്ക് അറിയുന്ന പോലെ എന്തെങ്കിലും ഉപകാരം ചെയ്തെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരുന്നു. 2-3 മാസമായി. ഓഗസ്റ്റ് 20 നമ്മൾ ലോണ്ട്രി സ്റ്റാർട്ടായത്. 3 മാസം കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല വർക്ക് വരുന്നുണ്ട്. സീതാങ്കുളി ടൗണിലല്ലാത്ത കൊണ്ട് ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലോണ്ട്രിക്ക് ടൗണിൽ നിന്ന് വിട്ടിട്ടല്ലേ. അപ്പോൾ ടൗണിലും ഇപ്പോൾ അതൊരു ഔട്ട്ലെറ്റിൻ്റെ പ്ലാനിങ്ങിലുണ്ട്. അറിയില്ല ഇപ്പോൾ എങ്ങനെയാണ്, സാമ്പത്തിക പ്രതിസന്ധി കാരണം കുറച്ച് സമയത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മളെ ഈ പണിയെടുത്തിട്ട് തന്നെയാണ് ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇതുവരെ ഞങ്ങൾ മുമ്പോട്ട് വന്നതും ഇതുവരെ നിലനിൽപ്പ് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ഇതുവരെ എത്തി നിൽക്കുന്നുണ്ട് ഗൈസ്. നിങ്ങളെ നല്ല നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിക്കോളൂ. എങ്ങനെയുണ്ട് നമ്മളെ പണിന്ന്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും, 100% കമ്മിറ്റ്മെൻറ്റോടെ പണിയെടുക്കും ഗൈസ്. അത് നമ്മളെ ഒരു ഉറപ്പ്. ആ ഉറപ്പ് ഞങ്ങൾക്ക് എന്നും ഞങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാ പണിക്കും ഞാൻ തന്നെ അടുത്ത് എത്താൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം എല്ലായിടത്തും ഞാൻ തന്നെ എത്താൻ ശ്രമിക്കുന്നുണ്ട്. എത്തുന്നിടത്തിൽ നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ എത്തിപ്പെടാത്തടത്തേക്ക് മാത്രം കുറച്ച് ബാഡ് റിസൾട്ട് വന്നിട്ടുണ്ട്. 1-2 ദിക്കിൽ വന്നിട്ടുണ്ട്. അത് എല്ലായിടത്തും എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം. വാട്ടർ ടാങ്ക് ക്ലീനിങ്ങിന് ആരും നിൽക്കുന്നില്ല ഗൈസ്. അതിന് ഞാൻ തന്നെ പോകണം. അതിനിപ്പോൾ നമ്മളെ ടീമിലിപ്പോൾ 10-12 പേരുണ്ടെങ്കിലും അതിൽ വാട്ടർ ടാങ്ക് ക്ലീനിങ്ങിന് ആരും നിൽക്കുന്നില്ല ഗൈസ്. അത് ഞാൻ പഠിച്ച പണിയല്ലേ, അതാരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നില്ല. അത് എത്ര ഹൈറ്റിൽ കയറിയിട്ട് പിന്നെ എനിക്കൊരു തൃപ്തിയാണല്ലോ ഗൈസ്. വേറെ ആളെ വിട്ടെങ്കിൽ അതിൽ എനിക്കൊരു ഐ എം നോട്ട് സാറ്റിസ്ഫാക്ഷൻ കുറച്ച് കുറവ് ഗൈസ്. അതുകൊണ്ട് ഏകദേശം എല്ലായിടത്തും ഞാൻ തന്നെ എത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്ക് വിളിച്ചെങ്കിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലായിടത്തേക്കും പോകാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് നെഗറ്റീവ് പറയുമെന്ന് തോന്നുന്ന ആൾക്കാർ ഇതാണ് ഫൈനലായിട്ട് നോക്കിക്കോളൂ. ഇൻ്റർലോക്ക് ഇതാ കഴുകിയതും കഴുകാത്തതും വ്യത്യാസം നോക്കിക്കോളൂ. മാഡത്തിന് വയസ്സായി. മാഡം ഞാനെന്തോ വീണ് വരും വീട്ടിൽ. വയസ്സായ വീട്ടിൽ ആളില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അച്ഛനമ്മ മാത്രം ഉള്ളതാണെങ്കിൽ, അപ്പോൾ അവർക്ക് ഒരു വീടൊന്ന് സേഫ് ആക്കി കൊടുക്കേണ്ട നമ്മളെ മക്കളൊരു കടമയല്ലേ. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി, നമ്മൾ പോയിട്ട് നല്ല വൃത്തിയാക്കി ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അച്ഛനമ്മ മാത്രം വീട്ടിലുണ്ടെങ്കിൽ അവരെ വീടൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് വാഷാക്കി കൊടുക്കാനോ വാട്ടർ ടാങ്ക് വാഷാക്കി കൊടുക്കാനോ നമ്മളെ വിളിച്ചെങ്കിൽ ഞങ്ങൾ പോയി ചെയ്ത് കൊടുക്കാം ഗൈസ്. മിതമായ നിരക്ക് നല്ല ഗുണനിലവാരമുള്ള പണി അത് ഗ്യാരണ്ടി നൽകുന്നതായിരിക്കും. പിന്നെ വിശ്വസിക്കാം, 100% നമ്മൾ വിശ്വസിക്കാം. ഏകദേശം നമ്മളെ അതുകൊണ്ട് തന്നെ ആരും പുറത്തെ ആൾക്കാർക്ക് ചേർക്കാറില്ല പണിക്ക്. ഹിന്ദിക്കാരൊന്നും ഇല്ല. ചില നിവൃത്തികേട് കൊണ്ട് ചിലപ്പോൾ 1-2 പണിക്ക് കൂട്ടിയെന്നല്ലാതെ നമ്മൾ എപ്പോഴും പരിചയമുള്ള ആൾക്കാർ തന്നെ അധികം പണിക്ക് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അത് വീട്ടിലെല്ലാം പോകുമ്പോൾ ആ ഒരു സേഫ്റ്റി നോക്കണം അല്ലേ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരോടും ബൈ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ. താങ്ക് യു.